ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ സിധുവിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്ന കാര്യം. മണ്ടത്തരം പറ്റിപ്പോയി. വണ്ടി എവിടെ? ഇന്നലെ 3 മണിക്ക് ശേഷം വണ്ടി ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഷോറൂമില് കൊണ്ടുപോയി കൊടുത്ത്. സത്യം പറടാ, നീ വണ്ടി എവിടെയെങ്കിലും കൊണ്ടേ ചാർത്തിയാ? എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. 1 മണിക്കൂർ കഴിയുമ്പോ വണ്ടി കിട്ടും. അങ്ങോട്ട് മാച്ച് ആവണില്ലല്ലോ. മനുഷ്യൻ ഇവിടെ രാവിലെ തൊട്ട് വേഷം കെട്ടി വെക്കുക. സർവീസ് സ്റ്റേഷനിൽ വിളിക്കട്ടെ, അപ്പൊ നമുക്ക് പോവാം. ഷോറൂം എന്നല്ലേടാ പറഞ്ഞു. എന്തായാലും ലച്ചേച്ചി വന്നോടുകൂടി പാറമട വീട്ടിലെ പഴയ ആ ഒരു ഒച്ചയും ബഹളമൊക്കെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത്തവണത്തെ പ്രൊമോയിൽ നിങ്ങൾ കണ്ടാണ് നൈസ് എന്തോ ഒരു പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. കേശു എന്തോ ബൈക്ക് എവിടെയോ കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതിനുശേഷം ലച്ചേച്ചിൻ്റെ അടുത്ത് എന്തോ സിദ്ധുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുമെന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരൻ കിടന്ന് ഉരുളുന്ന ഒരു സംഭവമാണ്. എന്തായാലും നല്ല രീതിയിൽ കോമഡി വർക്കൗട്ട് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി അടുത്ത എപ്പിസോഡ് നമ്മുടെ മെർലിൻ്റെ ഒരു സംഭവം ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഞാനൊന്ന് ആഗ്രഹിക്കുകയായിരുന്നു. കാരണം മെർലിൻ ഇനി വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ പാറമട വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ലച്ചേച്ചിയും കൂടെ ഒക്കെ ആയിട്ട് നല്ലൊരു കിട്ടില്ല ഒരു എപ്പിസോഡ് തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക. കാരണം അതിൻ്റെ ഒരു ബാക്കി ഇതുവരെ വന്നില്ല എന്നുള്ള ഒരു ചെറിയൊരു വിഷമമുണ്ട്. അതെന്തായാലും എനിക്ക് തോന്നുന്നു ഇനി വരുന്ന എപ്പിസോഡിൽ എന്തായാലും അതിൻ്റെ ബാക്കി വരുമായിരിക്കും. അപ്പോൾ മെർലിൻ്റെ ഒരു എൻട്രി നെക്സ്റ്റ് എപ്പിസോഡിൽ വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഈ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും നൈസ് പരിപാടികളാണ് പൊക്കോണ്ടിരിക്കുന്നത്. കേശുവും ലച്ചേച്ചി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ നൈസ് കോമഡികളും കൗണ്ടറുകളും